ഹായ്. ഈ പ്രകൃതി എന്ത് മനോഹരമാണല്ലേ. എവിടെ നോക്കിയാലും പച്ചപ്പും പൂക്കളും പുഴകളും കുളങ്ങളുമൊക്കെയുള്ള ഈ പ്രകൃതി, ഈ ഭൂമിയെ ഇങ്ങനെ മനോഹരമായ രീതിയിൽ രൂപകൽപ്പന ചെയ്ത സൃഷ്ടികർത്താവ് എത്ര വലിയവനാണല്ലേ, എത്ര മഹോന്നതനാണല്ലേ. എല്ലാം അവിടുത്തെ മായാജാലം. ഈ പുഴക്കരയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ, ലോകത്തൊന്നിനും തരാൻ കഴിയാത്തൊരു ഊർജ്ജമാണത്. മഹത്തായ ഊർജ്ജപ്രവാഹത്തിൻ്റെ ഉറവിടമാണിവിടം. പച്ചപ്പുല്ലുകൾ വരിവരിയായി കോർത്ത് നെയ്തെടുത്തതുപോലെ മനോഹരമായൊരു തീരം, പച്ചപ്പുല്ലുകളുടെ താഴ്വാരം. പുറം രാജ്യങ്ങളിലെ വിശാലമായ മേച്ചിൽപ്പുറങ്ങൾ എവിടെയാണെന്നുള്ളൊരു പ്രതീതി നമ്മളിൽ ഉളവാക്കിയേക്കാം. പക്ഷെ അതിനു മുകളിലായി മഹത്തായ ഊർജ്ജപ്രവാഹത്തിൻ്റെ ഒരു വലിയ ഉറവിടമാണിവിടം. ഇവിടെ വരുന്ന ആരെയും ഈ പുല്ലിൽ കിടന്ന് ആകാശത്തിൻ്റെ അതികളിലേക്ക് നോക്കി കിടക്കാൻ പ്രേരിപ്പിക്കുന്ന ഇടം, സന്തോഷം കൊണ്ട് മതിമറന്ന് നൃത്തം ചെയ്യാൻ തോന്നിപ്പിക്കുന്ന ഇടം. ഈ ഒരു ഇടത്തേക്ക് വരാൻ പറ്റിയത് നമുക്ക് എത്രയോ കാലങ്ങൾ കൊണ്ട് കിട്ടിയ ഒരു പ്രകൃതിയുടെ സംഭാവന മൂലമാണ്. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും മഹത്തായ പച്ചപ്പും കുഞ്ഞരുവികളും അതേപോലെ തന്നെ കരകൗശലങ്ങൾ തോന്നിപ്പിക്കുന്ന പ്രകൃതിയുടെ കരവിരുതുകളും. സഞ്ചാരികൾ നന്നായി തന്നെ വന്നു പോകുന്നുണ്ട്. എന്നിരുന്നാലും ഈ സമയത്ത് ആൾക്കാരുടെ എണ്ണം വളരെ കുറവായി തോന്നി. അങ്ങിങ്ങായി ചേർന്ന് നിൽക്കുന്ന ചെറു കുടുംബങ്ങൾ, ആളുകൾ അവരുടെ അവധി ദിവസത്തെ സായാഹ്നം അതിമനോഹരമാക്കുകയാണ് ഇവിടെ. ഇളങ്കാറ്റടിക്കുന്ന രാവുകളിൽ ചെറു കൂടാരങ്ങൾ ഒരുക്കി നടുക്ക് തീയിട്ട് ആനന്ദനൃത്തം ചവിട്ടി ഭക്ഷണം കഴിച്ച് ആർത്തുല്ലസിക്കാൻ പറ്റിയ നല്ലൊരിടമാണ് ഇവിടം. നഗരങ്ങളിലെ തിരക്കുകളിലേക്ക് ചേക്കേറുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വന്നിരിക്കുന്നതാണ്. മനുഷ്യൻ എത്രയൊക്കെ ആഡംബരത്തിൻ്റെ കൊടുമുടി കയറിയാലും ആകാശത്തിൻ്റെ അതിരുകൾ ഭേദിച്ചെന്നാലും ഇതുപോലെ പ്രകൃതി നൽകുന്ന വിസ്മയങ്ങളുടെ മടിത്തട്ടി വന്നിരിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതി വളരെ വലുതാണ്, വളരെ വ്യത്യസ്തമാണ്. വസന്തവും ശിശിരവും മാറി മാറി വന്ന് തഴുകുമ്പോൾ കിട്ടുന്ന അനുഭൂതി പോലെ ഇവിടുത്തെ പുല്ലിൽ പച്ചപ്പിടിച്ചിരിക്കുന്ന തുഷാരങ്ങൾ വീണ്ടും വീണ്ടും തിളങ്ങിക്കൊണ്ടേയിരുന്നു. പ്രകൃതി തീർക്കുന്ന വിസ്മയങ്ങൾക്കപ്പുറം ഇവിടുത്തെ മനുഷ്യരും വളരെ നല്ലവരാണ്. പച്ചയായ മനുഷ്യർ, നാട്ടിൻപുറത്തിന് നിഷ്കളങ്കം നിറഞ്ഞവർ, ഓരോ സഞ്ചാരികളെയും ഓരോ അതിഥികളെ പോലെ സ്വീകരിച്ച് സന്തോഷത്തോടെ യാത്രയാക്കുന്നവർ. പ്രഭാതം മുതൽ സായാഹ്നം വരെ ഇവരുടെ സേവനം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ലഭ്യമാണ്. ഇവിടെ നമുക്ക് വിരസതയുടെ നിമിഷങ്ങളില്ല, സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പുതിയ ലഹരികൾ മാത്രം. കൊച്ചുകുട്ടികൾ കൈവളകൾ കിലുക്കി ഓടുന്നത് പോലെ ഓളം തള്ളിയൊഴുകുന്ന കൊച്ചരുവി. ഇതിൻ്റെ മനോഹാരിത എത്ര ഫ്രെയിമുകളിൽ പകർത്തിയാലും എത്ര ചിത്രങ്ങളിൽ വരച്ചാലും നമുക്ക് പൂർണ്ണമായി പകർത്തിയെടുക്കാൻ കഴിയില്ല. വീണ് കിടക്കുന്ന മരങ്ങൾക്ക് പോലും എന്തൊരു ഭംഗി, ഏതോ മഹത്തായ ചിത്രകാരൻ വരച്ചു വച്ചിരിക്കുന്ന ചിത്രം പോലെ. ഇവിടെ എവിടേക്ക് നോക്കിയാലും ഒരു മഹത്തായ ചിത്രകാരൻ്റെ ചിത്രപ്രദർശനം നടക്കുകയാണെന്ന് തോന്നലേ ഉള്ളൂ. ഓരോ വശത്തേക്ക് നോക്കിയാലും ഓരോ ഫ്രെയിമുകൾ വരച്ചു വച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. കല്ലിനും മണ്ണിനും പുഴയ്ക്കും പാലത്തിനും കുന്നുകൾക്കും ചെടികൾക്കും പുല്ലിനും അങ്ങനെ ഇവിടെ കണ്ടുകിട്ടുന്ന എല്ലാത്തിനും അതിൻ്റേതായ ഒരു വലിയൊരു ഭംഗിയുണ്ട്. ജീവിതം നമുക്ക് തരുന്ന അനാവശ്യ സമ്മർദ്ദങ്ങൾ ഒരു നിമിഷം കൊണ്ട് അലിയിച്ചു കഴിയുന്ന എന്തോ ഒരു മഹാസിദ്ധി ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. വീണ്ടും വീണ്ടും വരാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒരു ആകർഷണ ശക്തി ഇവിടത്തിനുണ്ട്. ഇവിടെ കാണുന്ന മേഘങ്ങൾക്ക് പോലും ഒരു പ്രത്യേക ചാരുതയുണ്ട്. യുഗങ്ങളോളം ഇവയെല്ലാം ഇങ്ങനെ തന്നെ കാണട്ടെ. ഈ അരുവികൾ പുഴയുടെ വിരിമാറിൽ വിശ്രമം കൊള്ളട്ടെ. ദേശാടനക്കിളികൾ വീണ്ടും വീണ്ടും നമ്മുടെ മലനിരകളിൽ വിരുന്നെത്തട്ടെ. നല്ലൊരു വസന്തവും ശിശിരവും വീണ്ടും വീണ്ടും പുലരട്ടെ. എന്നെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ച പ്രേരക ശക്തി എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ ആകർഷിച്ചത് എന്താണെന്നും എനിക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ വീണ്ടും വീണ്ടും വരാൻ എന്നെ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് ഇവിടെയുണ്ട്. ഒരുപക്ഷെ കാലാകാലങ്ങളായി ഞാൻ തേടുന്ന പ്രകൃതിയുടെ ലഹരിയായിരിക്കാം എന്നിവിടെ എത്തിച്ചത്. അതുമല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാൻ അറിയാതെ വളരുന്ന മറ്റെന്തോ ശക്തി എന്നെ ഇങ്ങോട്ടേക്ക് ആനയിച്ചതായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയത് പുതിയൊരു ഉണർവാണ്, പുതിയൊരു പ്രതീക്ഷയാണ്, പുതിയൊരു ആത്മവിശ്വാസമാണ്, പുതിയൊരു പ്രകാശമാണ്.